കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്കുകപ്പലിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ തീയും പുകയും പൊട്ടിത്തെറികളും തുടരുകയാണ്. കപ്പലിന്റെ മധ്യഭാഗത്ത് പൊട്ടിത്തെറിയും തീയും തുടരുന്നുണ്ടെന്ന് തീരസേന വ്യക്തമാക്കുന്നു. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം ഇപ്പോഴും ഫലം കാണുന്നില്ല. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പലിൽ നിന്ന് ഉയരുന്ന കനത്ത പുക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കപ്പലിൽ തീ അണയ്ക്കാൻ വേണ്ടി നടത്തുന്ന ഊർജിതമായ ശ്രമങ്ങൾ കാണുന്നുണ്ട്. ഫയർ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കപ്പൽ നമുക്ക് നേരത്തെ കിട്ടിയ വിവരമനുസരിച്ച് ഏതാണ്ട് 15 ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള കണ്ടെയ്നറുകളിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 157 കണ്ടെയ്നറുകളിലെ അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ പട്ടിക ഷിപ്പിംഗ് ഡയറക്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് അതിനകത്ത് പരിസ്ഥിതി ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാസവസ്തുക്കളും കീടനാശിനികളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ കണ്ടെയ്നറിൽ ഉള്ളത്. അതുകൊണ്ട് ഈ കണ്ടെയ്നർ കടലിൽ വീണുണ്ടാകുന്ന പരിസ്ഥിതി ആഘാതം എന്നത് വളരെ വലുതായിരിക്കും. ഇന്ന് കൊച്ചിയിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ നാവികസേനയുടെ പ്രതിനിധികൾ, തീരരക്ഷാസേനയുടെ പ്രതിനിധികൾ, കോസ്റ്റ് ഗാർഡ്, കേന്ദ്ര ഏജൻസികൾ ഇവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത് രണ്ടാമത്തെ അപകടമാണ് കേരള തീരത്ത് നടക്കുന്നത്. എൽസ 3യേക്കാൾ എത്രയോ മടങ്ങ് വലിയ അപകടമാണ് ഇപ്പോൾ വൻഹൈ 503 എന്ന ഈ കപ്പലിന് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ പറയുന്നത്? നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ദീപക്? ഗോപി പറഞ്ഞതുപോലെ തന്നെയാണ്. എൽസ 3യേക്കാൾ 10 മടങ്ങ് പ്രത്യാഘാതമുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ 24ന്റെ സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും ഒടുവിലത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദുഷ്കരമായ ദൃശ്യങ്ങളാണ് 24ന്റെ സ്ക്രീനിൽ കാണുന്നത്. ഈ വിഷ്വൽ മറ്റെവിടെയും പുറത്തുവിട്ടിട്ടില്ല. ദൗത്യസേന ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട്, അതായത് ഡ്രോണിയർ വിമാനത്തിൽ നിന്നും ദൗത്യസേന പകർത്തിയ ഓപ്പറേഷൻ്റെ ദുഷ്കരമായ ദൃശ്യങ്ങളാണ്. ആ ദുഷ്കരമായ സാഹചര്യം ഈ ദൃശ്യങ്ങളിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഓപ്പറേഷൻ ഏറ്റവും ദുഷ്കരമാകുന്നത് ഈ കപ്പലിലെ തീ ഒട്ടും നിയന്ത്രണ വിധേയമാകുന്നില്ല. അപ്പർ ഡെക്കിൽ നിന്നും പുറകിലേക്ക് തീ പടരുന്നു എന്നുള്ളതാണ്. പുറകിലേക്ക് തീ പടരുന്നതിൻ്റെ അപായം വളരെ വലുതാണ്. അതായത് ഈ അപ്പർ ഡെക്കിൽ നിന്നും ഡൗൺ ഡെക്കിലേക്ക് തീ പടരുകയും അത് പുറകിലാവുകയും ചെയ്താൽ അത് കപ്പലിൻ്റെ ടാങ്കിലേക്ക് തീ പടരും. ഫ്യുവൽ ടാങ്കും അതിൻ്റെ റിസർവ് ടാങ്കുമുണ്ട്. ആ ടാങ്കിൽ പെട്രോളിയം ഡീസലും, അതായത് ഈ ഫ്യുവൽ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനമുണ്ടാക്കും. മറ്റൊന്ന്, ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ തന്നെ സ്ഫോടക വസ്തുക്കളുണ്ട്. ഈ ദൗത്യം ഏറ്റവും ശ്രമകരവും ദുഷ്കരവുമാകുന്നത് ഈ കടലിൽ തന്നെ. ഇപ്പോൾ ആ ഡ്രോണിയർ വിമാനത്തിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കണ്ടെയ്നറുകൾ കടലിലുള്ളതാണ്. ഈ കടലിലുള്ള കണ്ടെയ്നറുകളിൽ പോലും ജലാംശം തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്ന വിവരമാണ് ഈ DG ഷിപ്പിങ്ങിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിനെ ഈ ഫയർ ഫൈറ്റിംഗ് മെക്കാനിസത്തിലൂടെ ഈ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് പരമാവധി ചില്ല് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതും ഈ അപ്പർ ഡെക്കിൽ നിന്നും ഡൗൺ ഡെക്കിലേക്കും അതിൻ്റെ മെക്കാനിക്കൽ ഏരിയയിലേക്കും ടാങ്കറിലേക്കും തീ പടരാതിരിക്കാനുള്ള അതീവ ദുഷ്കരമായ ശ്രമങ്ങളാണ് ഇപ്പോൾ. ശരി ദീപക്, ഏതായാലും ദീപക് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതീവ ദുഷ്കരമായ രക്ഷാ ദൗത്യത്തിന്റെ ഘട്ടങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തീ അണയ്ക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഊർജിതമായ ശ്രമങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഫലം കാണുന്നില്ല. കപ്പലിന്റെ മധ്യഭാഗത്ത് പിടിച്ചിരിക്കുന്ന തീ അണയ്ക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കൊച്ചിയിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഒരുപക്ഷെ ഇതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകാൻ പോകുന്നത്. അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. അത് ഊർജിതമായി നടക്കുന്നുണ്ട്. അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്.